ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നവരെ കുറിച്ചാണ്. അതായത് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നത് എത്രത്തോളം ഭീകരമായൊരു കാര്യമാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിനെ എങ്ങനെയെല്ലാം നമ്മൾക്ക് നിയന്ത്രിക്കാം, അതിനെ പറ്റിയ കുറച്ച് മാർഗ്ഗങ്ങളും കൂടെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദേഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ദേഷ്യം എല്ലാവർക്കും ദേഷ്യമാണ്. പക്ഷേ പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണവും ഈ ദേഷ്യം തന്നെയാണ്. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ടോ? പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? പലർക്കും അതിലൊരു ധാരണയുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഈ ദേഷ്യം നമുക്ക് നിയന്ത്രിച്ചേ മതിയാകൂ. സ്നേഹമുള്ളിടത്തേ പരിഭവമുള്ളൂ, വഴക്കോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയാറുള്ളത്. എന്നാൽ വഴക്കിടുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് എവിടുന്നാ നേരം? സ്നേഹമുള്ളിടത്തേ പരിഭവവും വഴക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ വഴക്കിടുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് എവിടുന്നാ നേരം കിട്ടുക? അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ജീവിത പങ്കാളിയോ ആരും തന്നെ ആയിക്കോട്ടെ, തമ്മിൽ വഴക്കിടുമ്പോൾ ഉണ്ടാവുന്ന ദേഷ്യത്തിൽ നാം അവരെ കുറ്റപ്പെടുത്തുകയും വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുന്നത് പതിവാണ്. പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തെ പ്രതി ആക്രോശിക്കുകയും കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ പിന്നീട് അതെല്ലാം ഓർത്ത് വിഷമിക്കുകയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. നിങ്ങളും അത്തരത്തിൽ പെട്ടെന്ന് ദേഷ്യം വരാറുള്ള ഒരാളാണോ? എങ്കിൽ ഈ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറച്ച് കൂൾ ടിപ്സ് അതാണ് ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ദേഷ്യത്തിൽ തന്നെ പല രീതിയിൽ പല സാഹചര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതായത് ദമ്പതികൾക്കിടയിൽ ദേഷ്യം നോക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ വഴക്കുകളെല്ലാം തന്നെ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളുടെ കെട്ടുപാടുകൾ അഴിച്ചു കളയാനും എല്ലാം സഹായിക്കുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തമ്മിലുണ്ടാകുന്ന ഓരോ വഴക്കും അത് നല്ലതോ ചീത്തയോ ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പങ്കാളിയുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. പങ്കാളികൾ തമ്മിൽ വഴക്കും തർക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾ മറ്റൊരാളോട് ദേഷ്യപ്പെടുന്നതും ആക്രോശിക്കുന്നതുമെല്ലാം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ചെയ്യുന്നുള്ളൂ. ഇതൊരു സത്യമാണ്. ഈ സത്യം ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. വഴക്കുകൾക്കിടയിൽ പങ്കാളികളിൽ ഒരാൾ തൻ്റെ കോപത്തെ ഉള്ളുകൊണ്ട് സ്വയം സംയമനം പാലിക്കാൻ തയ്യാറായാൽ അത് പ്രശ്നങ്ങളെ മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. അതായത് ആ ഒരു സമയത്ത് ആരെങ്കിലും ഒന്ന് അവരുടെ കോപത്തെ കൺട്രോൾ ചെയ്യണം. പറയുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇതെന്നറിയാം. എങ്കിൽ കൂടി ഇതിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന നിങ്ങളുടെ കോപത്തെ വരുതിയിൽ നിർത്താൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതായത് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ദീർഘശ്വാസം എടുക്കുക. ചിലർ പറയും, നല്ല ദേഷ്യം വരുന്ന സമയത്ത് ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണോ, അതെയോ മറ്റുള്ളവരെ ചീത്ത പറയുന്നത് തീർക്കാൻ നോക്കുകയാണോ എന്ന്. പക്ഷേ ആ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ദേഷ്യം വരുന്ന സമയത്ത് ഒരു ദീർഘശ്വാസം എടുക്കുക. ഡീപ്പ് ബ്രീത്ത്. പങ്കാളിയുമായിട്ടുള്ള വഴക്കാണെങ്കിൽ ആ വഴക്കിനിടയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ശ്രദ്ധയൊന്ന് തിരിച്ചു പിടിച്ച് ഒരു പടി മുന്നോട്ട് നീങ്ങി ഒരു ദീർഘനിശ്വാസം എടുക്കുക. പങ്കാളിയുമായി വഴക്കിന് സാധ്യതയുള്ള എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നതിന് മുൻപും നിങ്ങളിത് പരിശീലിക്കുകയാണെങ്കിൽ സാഹചര്യത്തെ കൂടുതൽ ശാന്തതയോടും സംയമനത്തോടും നേരിടാൻ കഴിയും. ദേഷ്യത്താൽ നിങ്ങളുടെ പങ്കാളിയോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി 3 തവണ ദീർഘനിശ്വാസം എടുത്തു നോക്കൂ. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയായാലും അത് ഏറ്റവും താഴ്ന്ന സ്വരത്തിൽ മാത്രം പറയുക. ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കരുത്. കാരണം ആവശ്യത്തിലധികം ഒച്ചപ്പാടുണ്ടാക്കുന്നതും അലറുന്നതുമെല്ലാം എല്ലായ്പ്പോഴും അത് കേൾക്കുന്ന ആളിന് നമ്മളോട് ദേഷ്യമാണെന്ന തോന്നൽ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അത്തരത്തിൽ നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ താല്പര്യമില്ല, നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഇത്തരത്തിൽ ഡീപ്പ് ബ്രീത്ത് എടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് നോക്കാം. വഴക്കിൻ്റെ രീതികളും പ്രേരണകളും മനസ്സിലാക്കാനാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളുടെ രീതികൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. മിക്ക ദമ്പതികളും പ്രത്യേക രീതിയിലാണ് വഴക്കിടുന്നതും പോരാട്ടം നടത്തുന്നതും എല്ലാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിച്ചാൽ സംഗതി പിന്നീട് എളുപ്പമായി. നിങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് പങ്കാളിയെ അറിയിക്കുക. ഇതുണ്ടാകാനുള്ള പ്രേരണകളെ ഒഴിവാക്കാൻ അവരോട് പറയുക. അതായത്, നീ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നീ അവരുടെ കൂടെ പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ നീ ഒരാളോട് സംസാരിക്കുന്നത്
അവർ എനിക്കിഷ്ടമല്ലാത്ത ആളുകളാണ്, അപ്പോൾ നീ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രേരണകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വഴി നിങ്ങളുടെ കോപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാതിരിക്കാനും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് രമ്യമായ രീതിയിൽ പറഞ്ഞു തീർക്കാനുമൊക്കെ അത് വഴിയൊരുക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അമിതമായ വൈകാരികതയെ ഒഴിവാക്കുക. അതായത് നമ്മൾ ഒരുപാട് ഇമോഷണൽ ആവാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളുടെ വികാരങ്ങൾ നമ്മെ എളുപ്പത്തിൽ ദേഷ്യം പിടിപ്പിച്ചേക്കും. പെട്ടെന്നുണ്ടാകുന്ന നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം മനോഭാവത്തിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിവൈകാരികത നിങ്ങളെ കീഴടക്കുകയാണെങ്കിൽ അത് പുറന്തള്ളുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അത് ദേഷ്യത്തിൻ്റെ രൂപത്തിൽ തീർക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിയുടെ മേലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മേലോ അല്ല. കഴിയുമെങ്കിൽ ഒരു ഡയറി എഴുതുന്നത് ശീലമാക്കുക. ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അവരെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ പങ്കാളിയോട് ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത് കുറച്ചുകൂടി മികച്ചൊരു തീരുമാനമായിരിക്കും. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ ഓർമ്മ വരുമ്പോൾ നാം എല്ലാം പെട്ടെന്ന് തന്നെ പ്രകോപിതരാകാറുണ്ട്. അതിനാൽ തന്നെ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരു സ്ലേറ്റ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതായത് തമ്മിൽ വഴക്കിടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നവരാണ് നാം മിക്കവരും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് അത് നിങ്ങളിലും നിങ്ങളുടെ പങ്കാളിയിലും ഉണ്ടാക്കാൻ പോകുന്ന അനന്തര ഫലങ്ങളെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ വലിയ കുറ്റബോധം നിങ്ങളെ വേട്ടയാടിയേക്കും. എല്ലാറ്റിനും ഉപരിയായി നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക. സ്നേഹിക്കുന്നവരെ നമുക്ക് ആർക്കെങ്കിലും വേദനിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയുമായുള്ള വഴക്കിനിടെ പെട്ടെന്നുള്ള നിങ്ങളുടെ കോപം ശമിപ്പിക്കാനായി അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയും നമുക്ക് നമ്മുടെ കോപം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഒരാളോട് കോപപ്പെടുന്നത് വഴി ആ വ്യക്തി, അത്രയും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലെല്ലാം ചിന്തിച്ച് അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരുപടി പുറകോട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റായിട്ട് പറയുന്നത്, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ പങ്കാളിയെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഹഗ് ചെയ്യാനാണ് പറയുന്നത്. പ്രിയപ്പെട്ട ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളിൽ അവരോട് കൂടുതൽ സ്നേഹം ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ സന്തോഷകരമായ ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിരിമുറുക്കം കുറച്ചുകൊണ്ട് ഞരമ്പുകളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം തോന്നുമ്പോഴെല്ലാം അവരോട് ആക്രോശിക്കുന്നതിന് പകരമായി ഒരുപടി മുന്നോട്ട് കടന്നു ചെന്ന് അവരെ ഒന്ന് ആലിംഗനം ചെയ്യുക. ദേഷ്യം വരുന്നത് മാനുഷികവും സ്വാഭാവികവുമായ ഒന്നാണ്. എന്നാൽ അതിനെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നിടത്താണ് ഒരാൾക്ക് പരസ്പര സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നു നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കുറച്ച് ടിപ്സ് വഴി നമുക്ക് വരുന്ന ഒരുപാട് വലിയ കോപത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അത്തരത്തിൽ നമ്മുടെ കോപത്തെ കൺട്രോൾ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകട്ടെ. താങ്ക്